എയർപോർട്ട് എന്ന കാര്യത്തിൽ ഞാൻ തീരുമാനം, ഞാൻ പിന്മാറാൻ. ഞാൻ MLA അല്ലല്ലോ, ഞാൻ MP അല്ലല്ലോ, ഞാൻ ഗവൺമെൻറ് അല്ലല്ലോ. ഗവൺമെൻറ്റാണ് അതൊക്കെ തീരുമാനിക്കുക, എയർപോർട്ട് വേണോ വേണ്ട എന്ന്. എന്നെപ്പോലെ ചെറിയ വ്യക്തി, ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നവരാണ്, മൗണ്ട് സിയോൺ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. അതാണ് 2005 ഞങ്ങൾ അനുവാദം കിട്ടി. ഇവിടെ അതിനൊരു 100 മീറ്റർ 100 ഏക്കർ സ്ഥലം വേണമെന്നായിരുന്നു അതെന്ന് അവർ പറഞ്ഞു. അങ്ങ് കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ സർവേ നടത്തിയത് എയർപോർട്ട് പദ്ധതിക്കായിട്ടാണോ? ഡ്രോൺ സർവേ നടത്തിയില്ലല്ലോ. ആരായി നടത്തിയെന്ന് പറഞ്ഞു? ഞാൻ നടത്തിയെന്ന് പറഞ്ഞു. നടത്തുമെന്ന് പറയുന്നത് നടത്തിയതാക്കിയോ നിങ്ങൾ? ഞാൻ നടത്തുമെന്നാണ് പറഞ്ഞത്, നടത്തിയിട്ടില്ല. ദില്ലിയിൽ നിന്നും സ്വകാര്യ ഏജൻസി എത്തിച്ച് ഡ്രോൺ സർവേ നടത്തിയെന്നല്ലേ അങ്ങ് പ്രതികരിച്ചത്? പറഞ്ഞത് നിങ്ങൾ കേട്ടത് അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് വേണം? ഞാൻ നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോൺ സർവേ അവിടെ നടത്തിയിട്ടില്ലേ? ആറന്മുളയിൽ നടത്തിയിട്ടില്ല. ആറന്മുളയിൽ ഡ്രോൺ സർവേ നടത്തിയിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? നടത്തിയിട്ടില്ല. ഡ്രോൺ സർവേ നടത്താൻ എനിക്ക് തന്നെ അധികാരം. ഞാനത് നടത്തില്ല. അത് നടത്തിയിട്ട് ഗവൺമെന്റ് നടത്തണം, അല്ല ഏജൻസി നടത്തും. ഞാൻ നടത്തും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിങ്ങളോട് നടത്തും എന്നാ പറയുന്നത്. നിങ്ങൾ നടത്തി ആക്കി, അത് വേണ്ട, അത്രയും വേണ്ട. നടത്തും എന്ന് പറയും, നടത്തണ്ട. നടത്തിയില്ലല്ലോ. പിന്നെ ഇനി അഥവാ ഞാൻ നടത്തിയാൽ ഈ രാജ്യത്ത് സംവിധാനമില്ലേ? ഞാനങ്ങ് നടത്തി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തെളിയിക്കാനൊക്കത്തില്ലേ? മൗണ്ട് സിയോൺ ഡ്രോൺ. ഒരു പെണ്ണിനെ ഒരു ബൈക്ക് ഇടിച്ചു പോയാൽ മിനിറ്റ് കൊണ്ട് കണ്ടെത്തുന്ന കേരളമാണ് അല്ലേ? അപ്പൊ ഇത് നടത്തി എന്ന് ഏബ്രഹാം കലണ്ടർ പറഞ്ഞെടുക്കരുത്. പറ്റേന്ന് പറഞ്ഞാൽ കയറെടുക്കരുത്. ഇതൊരു കാളയാ. ഈ കാള പെറുമോ? മൗണ്ട് സിയോൺ പറഞ്ഞാൽ എയർപോർട്ട് ആകുമോ? അപ്പം ഞാൻ പറയുക ആറന്മുള വിമാനത്താവളം. ഞാൻ പറഞ്ഞില്ല. അവിടെ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ മാതൃഭൂമി മനോരമ, ഏഷ്യാനെറ്റ് അടക്കം പറഞ്ഞു ആറന്മുള വിമാനത്താവളം പ്രാവർത്തികമായി. ഞാൻ ചെന്ന് പറയണം ഇല്ലെന്ന്. ഇതൊക്കെ പറഞ്ഞതാരാ? എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഇത്രയും വൈകിയത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. CPIയുടെ നേതാവ്, മുൻ കൃഷിമന്ത്രിയായിട്ടുള്ള P. പ്രസാദ് ഉൾപ്പെടെ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരുന്നു. കാര്യം പറയാതെ കണ്ണൂർ എന്താ ഇവന് പോകാൻ? ഞാൻ ചോദിച്ചല്ലോ. പിണറായി സഖാവ് ഇവിടെ 4000 ഏക്കർ എടുത്ത് മലയും കാടും ഇടിച്ച് മരങ്ങൾ വെട്ടിമുറിച്ചു. എന്താ പറഞ്ഞ്? ചെപ്പുക്കുറ്റിക്ക് അടികൊള്ളും. പിണറായി സഖാവിൻ്റെ കസേരയിൽ അവിടെ ഇരിക്കണേ. ചുമ്മാ പറയാം മോനെ എന്നോട്. കണ്ണൂക്കാരന് അവിടെ അടി കൊടുക്കും അവന്മാര്. ഇവിടെ പത്തനംതിട്ട മാത്രം എയർപോർട്ട് വരുമ്പം ഏത് ഗവൺമെന്റിനെ കൊല്ലാൻ ചെല്ലുക. എന്തിനാ എന്നെ എന്തിനാ കൊല്ലുന്നത്? എന്നെ എന്തിനാ വധിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ഒരു വിമാനത്താവളം വേണമെന്ന് ഒരു എളിയ ഈ രാജ്യത്തെ ഒരു പൗരൻ പറഞ്ഞതാണോ തെറ്റ്? അത് പറയേണ്ട ഒരു MPയും MLAയും മുഖ്യമന്ത്രിയൊക്കെ അവർ പറയട്ടെ. എന്താ ചെറുവള്ളി ചെന്നപ്പോൾ ആരും അങ്ങോട്ട് പോഞ്ഞത്? എന്താരും പോഞ്ഞത്? അമ്പലത്തിൻ്റെ കീഴിലല്ലായിരുന്നു? അമ്പലം പൊളിക്കണം അവിടെ. വനത്തിൻ്റെ കീഴിലായിരുന്നു. എന്താരും മിണ്ടാഞ്ഞ്? 3000 ഏക്കറാണ് എടുത്തത്. കാശ് കിട്ടും. ഇവിടെ ഒരു 3000 ഉണ്ട്. 1000 ഏക്കർ എടുത്താൽ ഒരു എയർപോർട്ടാകാം. 1000 ഏക്കറിന് മാക്സിമം ഒരു 500 കോടി രൂപ പബ്ലിക്കിന് കൊടുത്താൽ മതി. അത് റെഡിയായ ഒരു എയർപോർട്ടാക്കണേ 500 രൂപ. 1000 കോടി രൂപയ്ക്ക് ഒന്നാന്തരം മധ്യതിരുവാൻ എയർപോർട്ടാക്കാൻ സംവിധാനം കിടക്കുമ്പോഴാണ് പോയിരിക്കുക 3000 ഏക്കർ. പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുമണ്ണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കിടപ്പെന്ന് പറഞ്ഞ് എയർപോർട്ട് ഉണ്ടാക്കുന്നു. ഗവൺമെൻറ് സ്ഥലത്ത് അങ്ങനെ ചാടിക്കയറി എയർപോർട്ടാക്കുന്നു. ഇതൊക്കെ അറിവില്ലായ്മ പറയുന്ന. ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തഹസിൽദാരോട് ആറന്മുളയിൽ ഈ ഡ്രോൺ സർവേ നടത്തിയത് സംബന്ധിച്ച്. എന്നോടല്ലോ പോലീസിനോട് ചോദിക്കേണ്ടത്. ഇവിടെ ഡ്രൈവർ നടത്തിയെന്ന്. ഞാൻ ഒരുത്തനെ ഇടിച്ചു പോയാൽ ഉടനെ എൻ്റെ അടുത്താണ് വരുന്നത്. എടാ ഇവിടെ പോകുന്ന ഒരു പെണ്ണ് ഇടിച്ചു പോയി, ഏപ്രാക്കാനാണോ ഇടിച്ചെന്ന് ചോദിക്കുന്നത്? എന്താ റിപ്പോർട്ടർ നിങ്ങളൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അറിയത്തില്ലേ? രാധൻ അറിയത്തില്ലാത്ത ചോദിക്കാൻ തന്നെയാണ്. അവന് പച്ച ഒരു ചോദ്യം വന്നു, ഡ്രോൺ പരസ്യമെന്ന് ചോദിക്കുക. എന്നോട് വന്നു. ആറന്മുള പോലീസ് സ്റ്റേഷനില്ലേ? അതോ അങ്ങനെ സംവിധാനം ഇല്ലേ ഈ രാജ്യത്ത്? ഒരു പെണ്ണിനെ വല്ല ഒരു ബൈക്കുകാരൻ ആരെങ്കിലും ഞൊട്ടിയച്ച് പോയാൽ ഉടൻ പറയുന്നതാണ്. താങ്കൾ ഇനി എയർപോർട്ട് എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് മുന്നോട്ട് പോവുമോ, പ്രവർത്തിക്കുമോ? ഞാനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ, കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. ഞാനൊരു പ്രവാസിയാണ്. ഒരു പ്രവാസി. അമേരിക്കയിൽ നിന്ന് 1980 കേരളത്തിൽ വന്ന ഒരു പ്രവാസിയാണ് ഞാൻ. മുളച്ചു വന്ന കൊച്ചിയിറക്കനല്ല. 80 വയസ്സുണ്ട്. ഈ വാർത്ത കണ്ടപ്പോൾ മുഴുവൻ ലോകത്തെ മലയാളികൾ, മധ്യതിരുവിതാംകൂർ മലയാളികൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അച്ചായ ജീവനുണ്ടെങ്കിൽ നമുക്ക് മധ്യതിരുവിതാംകൂർ എയർപോർട്ട് വരണം. അത് ആറന്മുള വരണമെന്ന് അവർ പറയുന്നു. അങ്ങ് ചെല്ലേ. ഇവിടുത്തെ എല്ലാ പുള്ളികളും അങ്ങ് ചെല്ലുമല്ലോ. എല്ലാവരും ചെല്ലുമ്പോൾ കിടക്കാൻ ചെല്ലുന്നത് എവിടെട്ടാ? അമേരിക്ക അവൻ്റെ വീട്ടിലാണ്. അവിടുത്തെ മോനെ ഞാൻ റെഡി, ഇനി വന്നാൽ മതി.
ഇവിടെ വരുമ്പോൾ കണ്ടുമില്ല കേട്ടുമില്ല. പറയട്ടെ മതി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അന്ന് വലിയ ആത്മവിശ്വാസമായിരുന്നു, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടാവും, MP ഉണ്ട്, MLA ഉണ്ട്, ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ അവരോട് ചോദിച്ചത്, ഞാനല്ലല്ലോ പറയേണ്ടത്. MP യോട് എനിക്ക് വിശ്വാസമല്ല. ഞാൻ 15 കൊല്ലമായില്ല പറയുകയല്ലയോ, ഉമ്മൻചാണ്ടി കൊണ്ടുവന്നല്ലേ. ആ വിശ്വാസം എൻ്റെ പോയി. എന്താണെന്നറിയാമോ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നു, അതിൻ്റെ കടക്കെ കത്തിവെച്ചു. അത് കഴിഞ്ഞ് 10 കൊല്ലം വെറുതെ നടന്നു. ഇപ്പോൾ ഒരു പാവം VD സതീശൻ വന്ന കസേരയിലോട്ട് ഇരിക്കുന്ന മുമ്പ് എയർപോർട്ട് വേണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ MP എയർപോർട്ട് ഉണ്ടാക്കാനും ഇല്ലെങ്കിലും അയാൾ കേരളത്തിൽ പത്തനംതിട്ടയുടെ MP ആയിരിക്കും എന്നും. അയാളുടെ വീട്ടുകാർ എതിർത്താൽ പോലും അയാളായിരിക്കും MP. അത്ര മാത്രം ഹീസ് പവർഫുൾ ടു പബ്ലിക് ഒപ്പീനിയനിൽ അയാളുടെ ഇതുണ്ടല്ലോ, ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം വന്ന അബിൻ എങ്ങാണ്ടൊന്ന് ഓടി വന്നിവിടെ നിന്നു. എയർപോർട്ട് പറഞ്ഞുകൊണ്ടാണ് അവനും ജയിച്ചതെന്നും പറയുന്നു. കുമ്മനം രാജശേഖരനും പറഞ്ഞു, ഞാൻ വന്നാൽ ആറന്മുള വികസനം എയർപോർട്ടാണ് കൊണ്ടുവന്നു. അല്ലല്ല, ഇപ്പം ഇലക്ഷൻ നിന്നപ്പം പറഞ്ഞതാ. ഇലക്ഷൻ നിന്നപ്പോൾ അവിടെ മൈക്കൂടെ പറയും, ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു, അച്ചായിക്ക് നാണമില്ല വെച്ചാ നമ്മളെ എതിർത്തവനല്ലേ എന്ന്. ഓട്ടോറിക്ഷക്കാർ ഓട്ടോയിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു.